ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഒന്ന് ദം ഇടുന്ന സാധാരണ എല്ലാവരും ഗ്യാസിൽ വെച്ചിട്ട് ദം ഇട്ട് തീ കൊടുക്കുകയാണ്. നമ്മളിന്ന് വേറെ ഒരു രീതിയിലാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അതാകുമ്പോൾ അടി പിടിക്കത്തില്ല. ഇതിങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക. പാത്രത്തിൽ അടിയിലെല്ലാം സവാള ഇട്ടിട്ട്, സവാളയും തക്കാളി ഇട്ടിട്ട് ദം ഇടുക. ചോറ് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ പ്രോൺസും വെച്ച് ദമ്മ് കൊടുക്കുക. ഇതിപ്പോൾ ആ പ്രോൺസിൻ്റെ കറി ചട്ടി ഒന്ന് വൃത്തിയാക്കി അതിനകത്തുള്ളൊരു കളർഫുള്ളിന് വേണ്ടി ചെയ്തതാണ്. സംഭവം എല്ലാം ഇട്ട് ദമ്മിടുക. അത് കഴിഞ്ഞിട്ട് ഇത് അടുപ്പിൽ നമ്മൾ ഡയറക്റ്റ് വെക്കത്തില്ല. അത് നമ്മൾ വേറെ ഒരു പാത്രത്തിൽ ഈ പാൻ എടുക്കുക. പാനിനകത്ത് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഇത് ഇറക്കി വെക്കുക. അപ്പം നമുക്ക് അടിയിൽ അധികം പിടിക്കത്തില്ല. സാധാരണ അടി തീ ചെല്ലുമ്പം പെട്ടെന്ന് അരി കയറി കരിയും. ഇതാകുമ്പോൾ എത്ര ഇതായാലും വെള്ളം തിളയ്ക്കുന്നതനുസരിച്ച് ഇത് ചൂടാകത്തുള്ളൂ. അത് നല്ലൊരു ഐഡിയ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫോയിലൊക്കെ വെച്ചാണ് അടച്ചു വെക്കേണ്ടത്. പൈനാപ്പിളും ഉള്ളി സവാള വറുത്തതും എല്ലാം ഇട്ട് നല്ലതായിട്ട് ഫോയിൽ വെച്ച് അടച്ച് വൃത്തിയാക്കുക. എന്നിട്ട് ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ കയറ്റി വെക്കുക. വലിയൊരു ഫ്രൈ പാനിനകത്തിലോട്ട് വെള്ളം ഒഴിക്കുക. ഇത് അങ്ങോട്ടാക്കുക. എന്നിട്ടിങ്ങനെ ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ദമ്മാവും. സൂപ്പർ സാധനമാണ്. അടിയിലും പിടിക്കത്തില്ല, ഒന്നുമില്ല. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. പപ്പടവും ഒരു പീസ് കൊഞ്ചും ചേർത്ത് അടിപൊളിയായിട്ടൊന്ന് കഴിക്കുക. സൂപ്പർ, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.